കുറച്ചധികം നാളുകളായിട്ട് നമ്മളെല്ലാവരും കാണുന്നൊരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് മെയ് 6 ബുധനാഴ്ച രാത്രി 10:50 ഗൾഫ് എയറിന് ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ അനിയത്തി ദുബായിക്ക് പോവാണ് കേട്ടോ. അവൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമാണ് അവൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ കുറേ നാളത്തെ ഹാർഡ് വർക്കിനൊക്കെ ഒടുവിൽ അവസാനം അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോവാണ്. ഇത് കുറച്ചധികം നാളുകളായി നമ്മളിതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ ഇടയ്ക്ക് വാറൊക്കെ വന്നപ്പോൾ ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നു നമുക്ക് കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ആയെങ്കിലും അവൾ ഫുള്ളി സ്ട്രോങ് ആയിട്ട് എന്നിട്ട് പറഞ്ഞു, ഇനി ലോകം അവസാനിച്ചാലും ഞാൻ പുറത്തേക്ക് പോകും. അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു കേട്ടോ അവൾ. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, കൃത്യമായിട്ട് ഇതൊക്കെയാണ് എയർപോർട്ടിനകത്ത് കയറിയിട്ട് ചെയ്യേണ്ടത്, നീ ഒരു ടെൻഷനും കാണിക്കേണ്ട എന്നുള്ളതൊക്കെ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്, നമുക്ക് വിഷമമൊന്നുമില്ലയെന്ന്. പക്ഷേ നമുക്ക് എല്ലാവർക്കും നല്ല ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷെ അവൾ ഓൾറെഡി പറഞ്ഞിട്ടാണ് വന്നത്, ഒരൊറ്റ മനുഷ്യരെ എയർപോർട്ടിൽ വന്നിട്ട് കരയാൻ നിൽക്കരുത്, കാരണം ഒരാളെങ്കിലും കരഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും, പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല. സോ ആരും കരയരുതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഉമ്മച്ചിയുടെ കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് യാത്ര പറഞ്ഞ് ഈ ഹഗ്ഗൊക്കെ ചെയ്യുന്ന സമയത്ത് ഉമ്മച്ചിക്ക് കയ്യിൽ നിന്ന് പോകും എന്നെനിക്ക് തോന്നിയതാണ്. പക്ഷേ ഉമ്മച്ചിയും പിടിച്ചു നിന്നു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉമ്മച്ചിയോട് ചോദിച്ചായിരുന്നു, എന്താ ഉമ്മച്ചി കരയത്ത്, ഉമ്മച്ചിക്ക് അത്ര വിഷമമൊന്നും വന്നില്ലേ എന്ന് ചോദിച്ചു. ഉമ്മച്ചി പറഞ്ഞു, അവൾക്ക് പുറത്ത് കാണുന്ന ജാടയൊക്കെ ഉള്ളൂ, പക്ഷേ നമ്മൾ ആരെങ്കിലും ഒരാൾ കരഞ്ഞിരുന്നെങ്കിൽ അവൾ പൊട്ടിപ്പോയേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരയാണ്ട് പിടിച്ചു നിന്നത്. സോ അതുകൊണ്ട് അവൾ ഹാപ്പി ആയിട്ട് തന്നെ പോയി. ആരും അങ്ങനെ കരഞ്ഞ് അലമ്പാക്കിയില്ല. അവൾ ഹാപ്പി ആയിട്ട് പോയി. എന്തായാലും അവൾ പോകുന്ന കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ, അവളുടെ സ്വപ്നങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം.